നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കാരിക്കോട് നയനാർവള്ളി മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെയും കാരിക്കോട് മുനവറുൽ ഇസ്ലാം മദ്രസയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നബിദിന റാലിയും പൊതുസമ്മേളനവും നടത്തി. കാരിക്കോട് നയനാർവള്ളി ചീഫ് ഇമാം അൽ ഹാഫിസ് നൌഫൽ കൗസരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവോണ ദിനത്തിൽ വണ്ടിപ്പെരിയാറിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമരം ഉദ്ഘാടനം ചെയ്തു. ചക്രമുടി പ്രദേശത്തെ മുഴുവൻ കയ്യേറ്റ ഭൂമിയും തിരിച്ചുപിടിക്കണമെന്നും കയ്യേറ്റക്കാർക്ക് അതിന് കൂട്ടുനിന്നവർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും CPI നേതാക്കൾ. സർക്കാർ തലത്തിൽ വാക്സിൻ പ്രതിരോധം നിർത്തിയതിന് പിന്നാലെ കുട്ടികളിൽ മുണ്ടിനീര് രോഗം വർദ്ധിക്കുന്നു. ഈ വർഷം ഇതുവരെ 42,306 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. പ്രൊഫസർ MC ജോൺ 80ന്റെ നിറവിൽ. തൊടുപുഴ ന്യൂമാൻ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ മനയത്തുമാരിൽ പ്രൊഫസർ MC ജോണിന്റെ 80ാം ജന്മദിനാഘോഷങ്ങൾ തൊടുപുഴ ലയൺസ് ഹാളിൽ നടന്നു. വാർത്തകൾ വിശദമായി. കാരിക്കോട് നയനാർവള്ളി മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെയും കാരിക്കോട് മുനവറുൽ ഇസ്ലാം മദ്രസയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നബിദിന റാലിയും പൊതുസമ്മേളനവും സമ്മാന വിതരണവും കാരിക്കോട് നയനാർവള്ളി ഓഡിറ്റോറിയത്തിൽ നടത്തി. പള്ളി അങ്കണത്തിൽ നിന്നും മദ്രസ വിദ്യാർത്ഥിനികളുടെയും രക്ഷാകർത്താക്കളുടെയും നബിദിന റാലി കാരിക്കോട് നയനാർവള്ളി സെക്രട്ടറി PA ഷെയ്ഖ് മുഹമ്മദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. യോഗത്തിൽ കാരിക്കോട് നയനാർവള്ളി പ്രസിഡന്റ് ഹാജി PP അബ്ദുൽ ഹസീസ് ഹാജി അധ്യക്ഷത വഹിച്ചു. സമ്മേളനം കാരിക്കോട് നയനാർവള്ളി ചീഫ് ഇമാം അൽ ഹാഫിസ് നൌഫൽ കൗസരി ഉദ്ഘാടനം ചെയ്തു. കാരിക്കോട് നയനാർവള്ളി മഹല്ല ജമാഅത്ത് കമ്മിറ്റിയുടെയും കാരിക്കോട് മുനവറുൽ ഇസ്ലാം മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നബിദിന റാലിയും പൊതുസമ്മേളനവും സമ്മാന വിതരണവും സംഘടിപ്പിച്ചു. കാരിക്കോട് നയനാർവള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പള്ളി അങ്കണത്തിൽ നിന്നും മദ്രസ വിദ്യാർത്ഥിനികളുടെയും രക്ഷകർത്താക്കളുടെയും നബിദിന റാലി കാരിക്കോട് നയനാർവള്ളി സെക്രട്ടറി PA ഷെയ്ഖ് മുഹമ്മദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. റാലി നയനാർവള്ളി ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നപ്പോൾ പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. തുടർന്ന് സമ്മാന വിതരണവും നടത്തി. സിയാദ് ഉസ്താദിന്റെ ഖിറാഅത്തോടുകൂടി തുടങ്ങിയ യോഗത്തിൽ കാരിക്കോട് നയനാർവള്ളി സെക്രട്ടറി PA ഷെയ്ഖ് മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു. യോഗത്തിൽ കാരിക്കോട് നയനാർവള്ളി പ്രസിഡന്റ് ഹാജി PP അബ്ദുൾ അസീസ് ഹാജി അധ്യക്ഷത വഹിച്ചു. യോഗത്തിന്റെ ഉദ്ഘാടനം കാരിക്കോട് നയനാർവള്ളി ചീഫ് ഇമാം അൽ ഹാഫിസ് നൌഫൽ കൗസരി നിർവഹിച്ചു. ആധുനിക കാലഘട്ടത്തിൽ നബിവചനങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും നബിവചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നും തന്റെ അയൽപ്പക്കക്കാർ ഏത് ജാതിയിൽപ്പെട്ടവനായാലും പട്ടിണി കിടന്നാലും അവരുടെ വിശപ്പ് മാറ്റിയതിനു ശേഷമേ നമ്മൾ ആഹാരം കഴിക്കാവൂ എന്ന് പഠിപ്പിച്ച മഹാനായ നേതാവിന്റെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാവരെയും തന്നാലാവും വിധം സ്നേഹിക്കണമെന്നും വയനാട് ദുരിതത്തിൽപ്പെട്ടവരെയും ഗസയിലെ കാര്യങ്ങളെക്കുറിച്ചും ഓർക്കണമെന്നും ഉസ്താദ് ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. അനുഗ്രഹ പ്രഭാഷണം ഉസ്താദ് PA സെയ്ദ് മുഹമ്മദ് മൗലവി അൽ ഖാസിമി കാരിക്കോട് മുനവറുൽ ഇസ്ലാം അറബിക് കോളേജ് പ്രിൻസിപ്പൽ നിർവഹിച്ചു. യോഗത്തിന് ആശംസ അറിയിച്ച് പരിപാലന സമിതി അംഗങ്ങളായ VS നസീർ, ഷംനാസ് VA, ഉസ്താദുമാരായ ഹിദായത്തുള്ള ബാഖവി, സുബൈർ കൗസരി, ആഷിഖ് ഹസനി എന്നിവർ സംസാരിച്ചു. യോഗത്തിന് കാരിക്കോട് മുനവറുൽ ഇസ്ലാം മദ്രസ PTA പ്രസിഡന്റ് താജു MP നന്ദിയും രേഖപ്പെടുത്തി. കലാമത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികളെയെല്ലാം മൊമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ നബിദിന ആഘോഷവും ഘോഷയാത്രയും നടന്നു. ഘോഷയാത്രയിൽ വിവിധ മാപ്പിള കലാരൂപങ്ങളായ കോൽകളി, ദഫ്മുട്ട് എന്നിവ അവതരിപ്പിക്കപ്പെട്ടു. മഹല്ല് ഭാരവാഹികൾ, മദ്രസ അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിൽ വർണ്ണശബളമായ ഘോഷയാത്രയാണ് നടന്നത്. വിവിധ മഹല്ലുകളുടെയും മദ്രസകളുടെയും നേതൃത്വത്തിലാണ് നബിദിന ആഘോഷവും ഘോഷയാത്രയും സംഘടിപ്പിച്ചത്. പ്രവാചക സന്ദേശം വിളിച്ചോതുന്ന പാട്ടുകളോടെയാണ് പലയിടങ്ങളിലും ഘോഷയാത്ര നടന്നത്. ഘോഷയാത്രയിൽ വിവിധ മാപ്പിള കലാരൂപങ്ങളായ കോൽക്കളി, അറവനമുട്ട്, ദഫ്മുട്ട് എന്നിവ അവതരിപ്പിക്കപ്പെട്ടു. മഹല്ല് ഭാരവാഹികൾ, മദ്രസ അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിൽ വർണ്ണശബളമായ ഘോഷയാത്രയാണ് നടന്നത്. ഘോഷയാത്ര പലയിടത്തും മതസൗഹാർദ്ദം വിളിച്ചോതുന്ന തരത്തിലായിരുന്നു. ഘോഷയാത്രയിൽ അണിനിരുന്ന കുട്ടികളെ ക്ഷേത്ര ഭരണസമിതികൾ, ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ എന്നിവ ജ്യൂസും മധുരപലഹാരങ്ങളും നൽകിയാണ് സ്വീകരിച്ചത്. നബിദിനത്തോടനുബന്ധിച്ച മദ്രസകളിൽ കുട്ടികളുടെ കലാമത്സരങ്ങൾ, മൗലൂദ് പാരായണം, അന്നദാനം എന്നിവയും ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ ചെറുപ്പം, വലിപ്പം, ദാരിദ്ര്യം, സമ്പന്നത, ജാതി, മത വ്യവസ്ഥകൾക്കതീതമായി മനുഷ്യത്വത്തെ സ്നേഹിക്കുവാനും മാനവികതയെ ഉയർത്തിക്കാണുവാനും പഠിപ്പിച്ച സിദ്ധാന്തമാണ് പ്രവാചകനിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അമുസ്ലിമായിരുന്ന വൃദ്ധയ്ക്ക് സഹായം ചെയ്തു കൊടുത്തതും അതുപോലെ തന്നെ അമുസ്ലിങ്ങളുമായിട്ടുള്ള വിശ്വാസേതര കാര്യങ്ങളിൽ സഹകരിച്ചു പോകണമെന്നുള്ള സിദ്ധാന്തവും ഒരിക്കലും മറ്റുള്ളവരെ വൈകാരികമായി അവരുടെ വിശ്വാസ കേന്ദ്രങ്ങളെ സ്പർശിക്കരുത് എന്നുള്ള ശക്തമായ താക്കീതുകളും പ്രവാചക സ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ വിപുലമായ വികാരത്തെയാണ് നമ്മെ കാണിച്ചു തരുന്നത്. തീർച്ചയായിട്ടും നാം ജീവിക്കുന്ന ഈ ലോകത്ത് പ്രവാചക മാതൃക എന്നാൽ മറ്റൊരാൾക്ക് വേദനയുണ്ടാകാത്ത വിധം അത് സൃഷ്ടിക്കപ്പെടുക, അത് സംരക്ഷിക്കപ്പെടുക എന്നതാണ് നാം ജീവിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രവാചക സ്നേഹത്തിൻ്റെ അതുല്യമായ മാതൃക. ഈ വികാരത്തിലൂടെ ഈ പ്രവാചക ദിനത്തിൽ നമുക്ക് ഒരിക്കൽ കൂടി അനുസ്മരിക്കാം. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം എന്ന മുദ്രാവാക്യമുയർത്തി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവോണ ദിനത്തിൽ വണ്ടിപ്പെരിയാറിൽ ഉപവാസ സമരം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമരം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലമെന്ന മുദ്രാവാക്യമുയർത്തി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കുക എന്ന ആവശ്യമുയർത്തിയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവോണ ദിനത്തിൽ വണ്ടിപ്പെരിയാറിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ ടൗണിൽ നടന്ന ഉപവാസ സമരത്തിൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. നേരത്തെ 2 വർഷത്തിലപ്പുറം വലിയ മത്സരസംഘടന ജനങ്ങളെല്ലാം പ്രയാസങ്ങളാണ്. ഡെമോക്രാസിൻ്റെ ഘട്ടം പോലെ ഇത് ജനങ്ങളുടെ കളികളിൽ നിൽക്കുമ്പോൾ ഈ വാലിന് അംഗീകരിക്കാൻ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കണം. സുപ്രീം കോടതിയോട് ഞങ്ങൾക്ക് അഭ്യർത്ഥനയുള്ളത് ഇത് ഈ 40 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ മോർവി അണക്കെട്ട് ലോകത്ത് ഏറ്റവും വലിയ ദുരന്തമുണ്ടാക്കിയ മോർവി അണക്കെട്ട് കരിക്കപ്പെട്ട ഭാഗമാണ്. പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ നഷ്ടപ്പെട്ട സന്ദർഭമായി നിൽക്കുന്നു. ഈ ദുരന്തമുണ്ടായവർക്ക് താങ്ങാനുള്ള ശക്തി ഈ മേഖലയിൽ ജനങ്ങൾക്കുണ്ടാവില്ല. അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്നതാണ്. പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരിക്കാട്ട് സ്വാഗതം ആശംസിച്ച ഉപവാസ സമരം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ പ്രശ്നം ഒരു ഭീഷണിയായി നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന് തന്നെ വിഘാതമായി വരുന്ന വേളയിൽ ആ തിരുവോണം ഉൾപ്പെടെ മാറ്റിവെക്കപ്പെടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ എല്ലാ നിലയിലും ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും രാജ്യത്തിന്റെ പുരോഗതിയും ഒക്കെ ഉറപ്പുവരുത്തിയിട്ടുള്ള പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനത്തിന് മാത്രമേ ആ നിലയിൽ ചിന്തിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഈ നാടിന്റെ ഭാവിയെ കരുതി സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ
നിയമനീതിന്യായ സംവിധാനങ്ങളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ഇന്നത്തെ പ്രധാനപ്പെട്ട ദിവസത്തിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ ദിവസത്തിന്റെ പരിപാവനതയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ സന്തോഷത്തെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടി ഇവിടെ ഉപവാസം അനുഷ്ഠിക്കും. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി. ഉപവാസ സമരത്തിന് പിന്തുണ അറിയിച്ച് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സമരപ്പന്തലിലേക്ക് പ്രകടനവുമായി എത്തി. അത് സംഘടിപ്പിക്കാനുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ ബേബി ഡാമിന്റെ പരിസരത്ത് നിൽക്കുന്ന 50 മരങ്ങൾ മുറിച്ചു മാറ്റാൻ തമിഴ്നാടിന് കേരള ഗവൺമെന്റ് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, മുൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ, അഡ്വക്കേറ്റ് സേനാപതി വേണു, DCC ജനറൽ സെക്രട്ടറിമാർ, മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർ, മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ച് സംസാരിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ MD അർജുനൻ, PA അബ്ദുൾ റഷീദ്, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം പ്രസിഡന്റുമാരായ രാജൻ കൊഴുവന്മാക്കൽ, ബാബു ആന്റപ്പൻ തുടങ്ങിയവർ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. ചക്രമുടി പ്രദേശത്തെ മുഴുവൻ കയ്യേറ്റ ഭൂമിയും തിരിച്ചുപിടിക്കണമെന്നും കയ്യേറ്റക്കാർക്കും അതിന് കൂട്ടുനിന്നവർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും CPI ആവശ്യപ്പെട്ടു. കയ്യേറ്റ ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിത തോട്ടം തൊഴിലാളികൾക്കും മറ്റ് ഭൂരഹിതർക്കും വിതരണം ചെയ്യണമെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ സന്ദർശന ശേഷം നേതാക്കൾ പറഞ്ഞു. ചക്രമുടി പ്രദേശത്തെ മുഴുവൻ കയ്യേറ്റ ഭൂമിയും തിരിച്ചുപിടിക്കണമെന്നും കയ്യേറ്റക്കാർക്കും അതിന് കൂട്ടുനിന്നവർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും CPI ആവശ്യപ്പെട്ടു. കയ്യേറ്റ ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിത തോട്ടം തൊഴിലാളികൾക്കും മറ്റു ഭൂരഹിതർക്കും വിതരണം ചെയ്യണമെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ സന്ദർശനത്തിന് ശേഷം നേതാക്കൾ പറഞ്ഞു. ഭൂമി കയ്യേറ്റത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് എക്കാലവും പാർട്ടിയുടെ നിലപാടെന്ന് KK അഷ്റഫ് പറഞ്ഞു. ഇനി പാർട്ടിക്കകത്തുള്ളവരാണെങ്കിലും പാർട്ടിക്ക് പുറത്തുള്ളവരാണെങ്കിലും ഏത് ആരോപണം ഉന്നയിക്കപ്പെട്ടാലും അതിന്റെ നിജസ്ഥിതി പരിശോധിച്ച് അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലവും ബാധ്യസ്ഥരാണ്. ഇക്കാലം അത്രയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള അഴിമതി രഹിത നിലപാട് അത് തന്നെ തുടരും. CPIM ഉണ്ടായിരുന്ന സമയത്താണ് MR രാമകൃഷ്ണന്റെ ഭൂമി ഇടപാടുകൾ നടന്നിട്ടുള്ളതെന്ന് ജില്ലാ സെക്രട്ടറി K സിലിൻകുമാർ വ്യക്തമാക്കി. അനുഭാവി എന്ന നിലയിൽ രാമകൃഷ്ണൻ CPIയിലേക്ക് വരുന്നത് 2021 ശേഷമാണ്. ഇപ്പോൾ രാമകൃഷ്ണന്റെ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല. CPI ജില്ലാ സെക്രട്ടറിക്കോ റവന്യൂ മന്ത്രിക്കോ ഈ വിഷയത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി സലിംകുമാർ വ്യക്തമാക്കി. CPI 21 ശേഷമാണ് രാമകൃഷ്ണൻ പാർട്ടിയുടെ ഒരു അനുഭാവി എന്ന നിലയിൽ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നു വന്നത്. എന്നാൽ ഇപ്പോൾ രാമകൃഷ്ണൻ CPI ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് രാമകൃഷ്ണന്റെ കൈവശം ഇരിക്കുന്ന കയ്യേറ്റ ഭൂമി ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അടിയന്തരമായിട്ട് അത് ഏറ്റെടുക്കണം എന്ന കാര്യം കൂടി ഈ കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. രാമകൃഷ്ണൻ കൈമാറ്റം ചെയ്തിട്ടുള്ളതും രാമകൃഷ്ണൻ്റെ കൈവശം ഇരിക്കുന്നത് ഉൾപ്പെടെയുള്ള കയ്യേറ്റ ഭൂമി സർക്കാർ ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കണം, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, അദ്ദേഹത്തിൻ്റെ പേരിലും കേസെടുക്കണം. അതോടൊപ്പം തന്നെ ഈ പരിസര പ്രദേശങ്ങളിൽ പല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും ഭൂമിയുള്ളതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. അത്തരം ഭൂമികളും ഏറ്റെടുക്കണം. പാർട്ടിയുടെ ജില്ലാ കൗൺസിലിൻ്റെ യോഗം പാർട്ടിയുടെ ചുമതലക്കാരനായ സഖാവ് KK അഷ്റഫ് പങ്കെടുത്ത് യോഗം ചേർന്നതിന് ശേഷം ജില്ലയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും അടിയന്തരമായിട്ട് ഒഴിപ്പിക്കുകയും ആ കയ്യേറ്റ ഭൂമി എത്രയും വേഗം ഭൂരഹിതരായിട്ടുള്ള തോട്ടം തൊഴിലാളികൾക്കും ഭൂരഹിതർക്കും വിതരണം ചെയ്യണമെന്നുള്ള ആവശ്യം ഗവൺമെൻറ്റിലേക്ക് ആവശ്യപ്പെടാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള നടപടി ഏറ്റവും വേഗത്തിലാക്കണം. ചക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എത്രയും വേഗം അത് പുറത്തുവിടുകയും ചെയ്യും. CPI ജില്ലാ സെക്രട്ടറിയെ അറിയില്ലെന്നും റവന്യൂ മന്ത്രിയെ കണ്ടിട്ടില്ലെന്നും ആരോപണ വിധേയനായ CB ജോസഫ് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും കയ്യേറ്റക്കാരന് വേണ്ടി സ്പെഷ്യൽ ഓർഡർ ഇറക്കുന്നയാളല്ല മന്ത്രി K രാജൻ. ജില്ലയിൽ കയ്യേറ്റം നടത്താത്ത ഏക പാർട്ടിയാണ് CPI. ഏതെങ്കിലും പാർട്ടി പ്രവർത്തകന് കയ്യേറ്റ ഭൂമിയുണ്ടെന്ന് തെളിഞ്ഞാൽ അത് ഉടനെ തിരിച്ചുപിടിക്കും. അയാൾ പിന്നെ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല. കയ്യേറ്റത്തെ സഹായിച്ചവർ ഉണ്ടെങ്കിൽ അവരുടെ സ്ഥാനവും പാർട്ടിക്ക് പുറത്തായിരിക്കുമെന്ന് സലിംകുമാർ പറഞ്ഞു. KK അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ K സലിംകുമാർ, KK ശിവരാമൻ, ജയ മധു, P പളനിവേൽ, പ്രിൻസ് മാത്യു, CU ജോയ്, KM ഷാജി, അഡ്വക്കേറ്റ് T ചന്ദ്രപാൽ എന്നിവർ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കുമാരമംഗലം പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കലാകായിക രംഗത്ത് നാടിന്റെ യശസ് ഉയർത്തിയ കലാകായിക താരങ്ങൾക്ക് സ്നേഹ ആദരവ് നൽകി. കുമാരമംഗലം NSS ഹാളിൽ നടന്ന സമ്മേളനം തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ S മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു.
പൗരസമിതി അംഗം ധനൂപ് വിജി അധ്യക്ഷത വഹിച്ചു. കുമാരമംഗലം പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കലാകായിക രംഗത്ത് നാടിന്റെ യശസ്സുയർത്തിയ കലാകായിക താരങ്ങൾക്ക് സ്നേഹാദരവ് നൽകി. കുമാരമംഗലം NSS ഹാളിൽ നടന്ന സമ്മേളനം തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷ് കുമാർ S ഉദ്ഘാടനം ചെയ്തു. ഈ നാട് അവർക്ക് നൽകുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന ആ ഒരു പ്രോത്സാഹനം എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ വേണ്ടിയുള്ളൂ. ഏതൊരു കാര്യത്തിലും നല്ലൊരു പ്രോത്സാഹനം അത്യന്താപേക്ഷിതമാണ്. അവർക്കുള്ള കഴിവുകൾ വളർത്തിയെടുക്കുന്നതിലും അവരെ സമൂഹത്തിൽ അറിയപ്പെടുന്ന വലിയ വലിയ ആൾക്കാരെ മാറുന്നതിനും സമൂഹം ഒരു വലിയ കാരണമാകാറുണ്ട്, ഹേതുവാകാറുണ്ട്. അപ്പം അതിനെ സന്മനസ് കാണിക്കാൻ ഈ നാട്ടുകാരെയാണ് ആദ്യം നമുക്ക് അനുമോദിക്കേണ്ടത്. കാരണം അത് വലിയ ഒരു കാര്യം തന്നെയാണ്. ഏതൊരു കാര്യത്തിലും നമുക്ക് ഒരു പ്രോത്സാഹനം അനിവാര്യതയാണ്. കാരണം അത് പറയുന്നതിന് കാര്യമുണ്ട്. ഞാനും ഇതുപോലെ ഒരു നാട്ടുപ്രദേശത്ത് നിന്ന് വരുന്ന ആളാണ്. കൊല്ലം ജില്ലയിലെ കൈതക്കോട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലും മറ്റു പൊതുപരിപാടികളിലും ഒക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ കഴിവ് തെളിയിക്കുന്ന ആൾക്കാർക്ക് പ്രോത്സാഹനമായി നൽകാറുണ്ട്. അപ്പം ഞങ്ങളൊക്കെ അന്ന് ആ വേദികളിൽ പോയിരുന്ന വളരെ ആകാംക്ഷയുടെ ആഗ്രഹത്തോടെ ഈ പ്രോത്സാഹനം ഏറ്റുമാറുന്ന ആൾക്കാരെ ഇങ്ങനെ നോക്കും. ഇത് നമ്മൾ ആഗ്രഹിക്കും ഇതുപോലൊരു വേദിയിൽ നമ്മളെ നിർത്തി എന്താണ് നമുക്ക് ഒരു ഭാഗ്യം കിട്ടുന്നതൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പം ഞാൻ വലിയൊരു നേട്ടവും നേടിയില്ലെങ്കിലും എന്നതാണെങ്കിൽ എന്റെ കഴിവിൽ നിന്ന് എനിക്ക് നേടാം. പൗരസമിതി അംഗം ധനൂപ് വിജയ് അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KS അജി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മാത്യു, CPIM ലോക്കൽ സെക്രട്ടറി OV ബിജു ഒഴികയിൽ, സെൻട്രൽ ഗവൺമെന്റ് ലീഗൽ സെൽ കൗൺസിൽ ബിനു KS, കുമാരമംഗലം സ്കൂളിലെ കായിക അധ്യാപകൻ ബേബി ഫ്രാൻസിസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ്, പൗരസമിതി അംഗം പ്രതീഷ് R നായർ എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്തിലെ എല്ലാ വാർഡ് മെമ്പർമാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വർഷം സ്റ്റേറ്റ് പ്ലെയറും അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂസ് ബ്യൂറോ, കുമാരമംഗലം. സർക്കാർ തലത്തിൽ വാക്സിൻ പ്രതിരോധം നിർത്തിയതിനു പിന്നാലെ കുട്ടികളിൽ മുണ്ടിനീര് രോഗം വർദ്ധിക്കുന്നു. ഈ വർഷം ഇതുവരെ 47,306 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് രോഗം കൂടുതൽ കണ്ടുവരുന്നത്. സ്വകാര്യ മേഖലയിൽ മാത്രം ഇപ്പോൾ ലഭ്യമായ MMR വാക്സിൻ ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് കിട്ടുന്നില്ലെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ വിലയിരുത്തൽ. സർക്കാർ തലത്തിൽ വാക്സിൻ പ്രതിരോധം നിർത്തിയതിന് പിന്നാലെ കുട്ടികളിൽ മുണ്ടുനീര് രോഗം വർദ്ധിക്കുന്നു. ഈ വർഷം ഇതുവരെ 42,306 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് രോഗം കൂടുതൽ കണ്ടുവരുന്നത്. മുണ്ടുനീര് വ്യാപിച്ചതിനെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ മൂന്നാർ, രാജകുമാരി, കമ്പംമെട്ട് മേഖലയിൽ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്. സ്വകാര്യ മേഖലയിൽ മാത്രം ഇപ്പോൾ ലഭ്യമായ MMR വാക്സിൻ ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് കിട്ടുന്നില്ലെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ വിലയിരുത്തൽ. കുഞ്ഞുങ്ങൾക്ക് 9ാം മാസത്തിൽ തന്നെ 5ാം പനിക്കുള്ള വാക്സിനൊപ്പം റൂബല വാക്സിനും എല്ലാ കുട്ടികൾക്കും നൽകുന്നുണ്ട്. മുമ്പ് ഇവയ്ക്കൊപ്പം മുണ്ടുനീരിന്റെ വാക്സിനും നൽകിയിരുന്നു. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ മുണ്ടുനീര് രോഗം ഉൾപ്പെട്ടിട്ടില്ല. അതിനാലാണ് സർക്കാർ ആശുപത്രികളിൽ വാക്സിൻ സൗജന്യമായി ലഭിക്കാത്തത്. 3-4 വർഷത്തിലൊരിക്കൽ മുണ്ടുനീര് രോഗം ഇത്തരത്തിൽ കൂടുതലായി പകരാറുണ്ടെന്നും ജീവനാംശമുള്ള രോഗമല്ലാത്തതിനാലാണ് വാക്സിന് ഇപ്പോൾ പരിഗണന കിട്ടാതെ പോകുന്നതുമെന്നുമാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഭാരത് അലുമിനിയം ഫാബ്രിക്കേഷൻ ആൻഡ് കർട്ടൻസിന്റെ നൂതന സംരംഭം ഭാരത് കർട്ടൻ ബ്ലൈൻഡ്സ് കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ കൃഷ്ണ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. മാർവൽ മാട്രസ് ഉടമ റിജി വർഗീസ് ആദ്യ വിൽപ്പന സ്വീകരിച്ചു. വീടിന് അനുയോജ്യമായ രീതിയിൽ കർട്ടൻ വർക്കുകളും അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കുകളും ഭാരത് കർട്ടൻ ബ്ലൈൻഡ്സ് ചെയ്തു നൽകുന്നു. 1/4 നൂറ്റാണ്ടിലേറെയായി തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഭാരത് അലുമിനിയം ഫാബ്രിക്കേഷൻ ആൻഡ് കർട്ടൻസിന്റെ നവീകരിച്ച സ്ഥാപനം ഭാരത് കർട്ടൻ ബ്ലൈൻഡ്സ് എന്ന പേരിൽ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ കൃഷ്ണ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാവിധ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കുകളും വീടിന് അനുയോജ്യമായ രീതിയിൽ കർട്ടൻ വർക്കുകളും ഇവിടെ നിന്നും ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിരവധി പേരുടെ സാന്നിധ്യത്തിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ നിർവഹിച്ചു.
ഷാനുവിനെ വിളിച്ച് കേൾക്കുന്നുണ്ട്. പുതിയ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എല്ലാവർക്കും ഓണാശംസ നേരുന്നു. താങ്ക് യു. ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. എല്ലാത്തിനും ഉയർച്ചയിലേക്കുള്ള പടകൾ കയറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാ ഭാവവും നേടുന്നതുകൊണ്ടും നന്ദി. ഈ ഒരു ഷോറൂം തുറന്ന് ഇതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. മാർവൽ മാട്രസ് ഉടമ റെജി വർഗീസ് ആദ്യ വിൽപ്പന സ്വീകരിച്ചു. എല്ലാവിധ നന്മകളും എല്ലാവർക്കും ഓണാശംസകളും നേരുന്നു. നന്ദി. പ്രമുഖ ഖത്തർ വ്യവസായി ജീസ് വേലങ്കുന്നിൽ JCI ഗ്രാൻഡ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ്, തൊടുപുഴ എലൈറ്റ് ലയൺസ് പ്രസിഡന്റ് ലിബോ ജോൺ, തൊടുപുഴ കൗൺസിലർ ഷീൻ വർഗീസ്, തൊടുപുഴ വ്യാപാരി വ്യവസായ സെക്രട്ടറി നവാസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഷോക്കേസ്, സൈഡിംഗ് വിൻഡോസ്, പാർട്ടീഷൻ ഡോർസ്, സീലിംഗ് കർട്ടൻ ഫിറ്റിംഗ്സ്, കിച്ചൺ കബോർഡ് വർക്ക്സ്, PVC ഡോർസ്, അലുമിനിയം ലാഡർ, എല്ലാവിധ റെഡിമെയ്ഡ് ബ്ലൈൻഡ്സ് തുടങ്ങിയവയുടെ വിതരണവും ഇൻസ്റ്റാളേഷൻ സേവനവും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ്. കൂടാതെ നൂതന സംവിധാനമായി റിമോട്ട് കർട്ടൻ ബ്ലൈൻഡ്സും നവീകരിച്ച ഷോറൂമിൽ ലഭ്യമാണെന്നും ഓണം പ്രമാണിച്ച് ഈ മാസം 31 വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രൊപ്പറേറ്റർ ഷിജു തോമസ് വെട്ടുകല്ലിൽ അറിയിച്ചു. നമ്മളെല്ലാ സമയത്തും ഒരേ ടൈം ഒരു ദിവസം വെച്ച് ഓണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഏത് സമയത്താണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്ത്. നമ്മൾ പുതിയതായിട്ട് ഈ ബ്ലൈൻഡ്സിൻ്റെ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട്. തൊടുപുഴ റിമോട്ട് കൊണ്ട് ഉപയോഗിച്ച് ബ്ലൈൻഡ്സിൻ്റെ ചെയ്തിരിക്കുന്ന നമ്മുടെ ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് ചേർന്ന് നമുക്ക് ഫംഗ്ഷനുണ്ട്. ഇത്രയും ബ്ലൈൻഡ്സിൻ്റെ കമ്പനികളൊക്കെ വർക്ക് ചെയ്യുകയും റിമോട്ടേ വർക്ക് ചെയ്യുകയും പ്രസ്ഥാനം കൊണ്ടുപോയില്ല. അതിൻ്റെ ലോഞ്ചിങ്ങിനെ അറിയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കാണിച്ചിട്ട് നമുക്ക് എനിക്കറിയാം. പ്രൊഫസർ MC ജോൺ 80ന്റെ നിറവിൽ. തൊടുപുഴ ന്യൂമാൻ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ മനയത്തുമാരിയിൽ പ്രൊഫസർ MC ജോണിന്റെ 80ാം ജന്മദിനാഘോഷങ്ങൾ തൊടുപുഴ ലയൺസ് ഹാളിൽ നടന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും ശിഷ്യരും ഉൾപ്പെടെ നിരവധി ആളുകൾ അനുമോദന യോഗത്തിൽ പങ്കെടുത്തു. ജോൺ സാറിന്റെ സ്കൂൾ തല അധ്യാപകൻ കലൂർ വെട്ടിയാങ്കൽ VV പോൾ പ്രിയ ശിഷ്യന് ആശംസ നേരുവാൻ എത്തിയിരുന്നു. പ്രൊഫസർ MC ജോൺ 80ന്റെ നിറവിൽ തൊടുപുഴ ന്യൂമാൻ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ മനയത്തുമാരിയിൽ പ്രൊഫസർ MC ജോണിന്റെ 80ാം ജന്മദിനാഘോഷങ്ങൾ തൊടുപുഴ ലയൺസ് ഹാളിൽ നടന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും ശിഷ്യരും ഉൾപ്പെടെ നിരവധി ആളുകൾ അനുമോദന യോഗത്തിൽ പങ്കെടുത്തു. ജോൺ സാറിന്റെ സ്കൂൾ തല അധ്യാപകൻ കലൂർ വെട്ടിയാങ്കൽ VV പോൾ പ്രിയ ശിഷ്യന് ആശംസ നേരുവാൻ എത്തിയിരുന്നു. കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേക്കണ്ടം, ശിഷ്യരിൽ പ്രമുഖരായ റിട്ടയർഡ് DIG S ഗോപിനാഥ്, മാധ്യമപ്രവർത്തകൻ R ഗോപാലകൃഷ്ണൻ, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി തുടങ്ങി നിരവധി ആളുകൾ ആശംസകൾ നേർന്നു. സഹോദരി സഹോദരന്മാർ ചേർന്ന് ഷാൾ അണിയിച്ചു. മംഗലാപുരത്ത് നിന്നും എത്തിയ കുടുംബാംഗങ്ങൾ മൈസൂരിലെ ആചാരപ്രകാരം കിരീടവും ഷാളും അണിയിച്ചാണ് വലിയേട്ടനെ ബഹുമാനിച്ചത്. ശിഷ്യരിൽ പ്രമുഖരായ ഡോക്ടർ PC ജോർജ്, ഡോക്ടർ മാത്യു എബ്രഹാം, ഡോക്ടർ ജേക്കബ് എബ്രഹാം, ഡോക്ടർ ജിജി കുരുട്ടുകുളം, ഡോക്ടർ സജി കുരുട്ടുകുളം, ഡോക്ടർ CK ശൈലജ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഗുരുവിനെ പൊന്നാട അണിയിച്ചു. ന്യൂമാൻ കോളേജിലെ സഹപ്രവർത്തകരായിരുന്ന അധ്യാപകർ, തൊടുപുഴ ലയൺസ് ക്ലബ്ബ് അംഗങ്ങൾ ഉൾപ്പെടെ പ്രൗഢമായ സദസ്സായിരുന്നു ജോൺ സാറിന് പിറന്നാൾ ആശംസകൾ നേരുവാൻ എത്തിയിരുന്നത്. സ്നേഹാദരവുകൾക്ക് ജോൺ സാർ നന്ദി പറഞ്ഞു.
കണ്ണിണകൾ കലങ്ങല്ലേ പിരിഞ്ഞാലും മറക്കില്ലല്ലോ ചിരി തൂകി പിരിഞ്ഞിടും കണ്ണിണകൾ കലങ്ങല്ലേ പിരിഞ്ഞാലും മറക്കില്ലല്ലോ. സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ച് നീമാൻ കോളേജിന് ധീരമായ നേതൃത്വം നൽകിയ ജോൺ സാറിൻ്റെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ശിഷ്യർ നമ്മുടെ മേഖലയിലുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ഈ അവസരത്തിൽ ജോൺ സാറിനെ എല്ലാ ഭാവങ്ങളും നേരുന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി വസതിയിലെത്തി ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇറ്റാലിക്സ് ഡിജിറ്റൽ പ്രിന്റ് ഹബ് തൊടുപുഴ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ പാലാനിക്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലാർജ് ഫോർമാറ്റ് ക്ലോത്ത് വിനൈൽ പ്രിന്റിംഗ് കൂടാതെ എല്ലാവിധ ഡിസൈനിങ് ആൻഡ് പ്രിന്റിംഗ് വർക്കുകളും ഉയർന്ന ഗുണമേന്മയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമാക്കുന്നു. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനവും മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. തൊടുപുഴയിൽ കഴിഞ്ഞ 12 വർഷമായി ഡിസൈനിങ് ആൻഡ് പ്രിന്റിംഗ് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇറ്റാലിക്സ് ഡിസൈൻസിന്റെ പുതിയ സ്ഥാപനം നൂതന ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ഇറ്റാലിക്സ് ഡിജിറ്റൽ പ്രിന്റ് ഹബ് എന്ന പേരിൽ തൊടുപുഴ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ പാലാനിക്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ലാർജ് ഫോർമാറ്റ് ക്ലോത്ത് വിനൈൽ പ്രിന്റിംഗ് കൂടാതെ എല്ലാവിധ ഡിസൈനിങ് ആൻഡ് പ്രിന്റിംഗ് വർക്കുകളും ഉയർന്ന ഗുണമേന്മയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇറ്റാലിക്സ് ഡിജിറ്റൽ പ്രിന്റ് ഹബിൽ നിന്നും ലഭ്യമാക്കുന്നു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു നിർവഹിച്ചു. ഇത്തരം സ്ഥാപനങ്ങൾ ഇനിയും തൊടുപുഴയ്ക്ക് വളർന്നു വരുന്ന രീതിയിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും എല്ലാ വിധത്തിലുള്ള ആശംസകളും രണ്ടാൾക്കും അറിയിക്കും. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ പ്രിന്റിംഗ് യൂണിറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഇങ്ങനെയുള്ളൊരു സ്ഥാപനം തൊടുപുഴയിൽ വന്നതിൽ ഞങ്ങൾക്ക് വ്യാപാരികൾക്ക് വളരെയധികം സന്തോഷം ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വാർഡ് കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ്, മുനിസിപ്പാലിറ്റി ഇൻഡസ്ട്രി എക്സ്റ്റൻഷൻ ഓഫീസർ ജ്യോതിലക്ഷ്മി, ഇടുക്കി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് M മോനിച്ചൻ എന്നിവർ ആശംസകൾ നേർന്നു. പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ ഉപയോഗം വളരെയധികം കുറച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനം സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുവാനും ഇതുപോലെ തന്നെ ഒരുപാട് ബ്രാഞ്ചുകൾ നിങ്ങൾക്ക് തുടങ്ങുവാനായിട്ടും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫ്ലെക്സ്, ക്ലോത്ത് ആൻഡ് വിനൈൽ, ബാനർ ആൻഡ് സ്റ്റാൻഡി, റോളപ്പ് സ്റ്റാൻഡി, സൈനേജ് ബോർഡ്സ്, അക്രിലിക് നെയിം പ്ലേറ്റ്, വിനൈൽ സ്റ്റിക്കേഴ്സ്, വൺ വേ വിഷൻ, കമ്പനി പ്രൊഫൈൽസ്, പ്രോഡക്റ്റ് ബ്രാൻഡിംഗ്, പോസ്റ്ററുകൾ, ബിസിനസ് കാർഡ്സ്, എൻവലപ്പ് ആൻഡ് ലെറ്റർ ഹെഡ്സ്, ലേബൽസ് ആൻഡ് സ്റ്റിക്കേഴ്സ്, ID കാർഡുകൾ, മൊമൻറ്റോസ്, ബിറോ ആൻഡ് സ്പൈറൽ പെയിന്റിംഗ് തുടങ്ങി ഡിസൈനിങ്, പ്രിന്റിംഗ് അനുബന്ധമായ എല്ലാ സേവനങ്ങളും ഏറ്റവും ഉയർന്ന ഗുണനിലവാരത്തിൽ കുറഞ്ഞ നിരക്കിൽ സമയബന്ധിതമായി സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഇറ്റാലിക്സ് ഡിജിറ്റൽ പ്രിന്റ് ഹബ് എന്ന പേരിൽ ഒരു സൈനേജ് പ്രിന്റിംഗ് സ്ഥാപനം, ക്ലോത്ത് പ്രിന്റിംഗ്, വിനൈൽ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളോടും കൂടി ഇന്നു മുതൽ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് ഞാൻ ഈ തരുണത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.
തൊടുപുഴ മുനിസിപ്പൽ UP സ്കൂൾ വെങ്ങല്ലൂരിൽ വിപുലമായ രീതിയിൽ ഓണാഘോഷം നടത്തി. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. സമാപന സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംജി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർ നിധി മനോജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ UP സ്കൂൾ വെങ്ങല്ലൂരിൽ വിപുലമായ രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഓണപ്പൂക്കളം, കുട്ടികൾക്കായി മലയാളി മങ്ക, കേരള കേസരി, കേരള കസേരകളി, മിഠായി പെറുക്കൽ, ബലൂൺ പൊട്ടിക്കൽ, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, വടംവലി തുടങ്ങിയ മത്സരങ്ങളും PTA അംഗങ്ങളുടെയും അധ്യാപകരുടെയും വടംവലി മത്സരങ്ങളും ഓണസദ്യയും നടത്തി. മത്സര വിജയികൾക്ക് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പോൺസർ ചെയ്ത സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സമാപന സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംജി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർ നിധി മനോജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഡയറക്ടർ അബ്ബാസ് PM മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുനിസിപ്പൽ മുൻ ചെയർമാൻ രാജീവ് പുഷ്പാങ്കദൻ, PTA വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി KK, MPTA ചെയർപേഴ്സൺ നാദിയ ഷാജഹാൻ, നിസാർ പഴേരി എന്നിവർ സംസാരിച്ചു. സ്കൂൾ SMC ചെയർമാൻ റഫീഖ് പള്ളത്തുപറമ്പിൽ സ്വാഗതവും സ്കൂൾ ഹെഡ്മിസ്ട്രസ് സ്വപ്ന MR നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പൊതുപ്രവർത്തകനായ ജോഷി കന്യാകുഴി ഇത്തവണയും നിർധനർക്കും രോഗികൾക്കും ഓണക്കിറ്റുമായി എത്തി. രാജാക്കാട്ടിലെ 43ഓളം കുടുംബങ്ങൾക്കാണ് ജോഷി കിറ്റുകൾ നൽകിയത്. 10 വർഷങ്ങൾക്ക് മുൻപ് രാജാക്കാട് പഞ്ചായത്തിലെ 13 വീട്ടിൽ നിന്നും ആരംഭിച്ചതാണ് ഈ സേവന പ്രവർത്തനം. വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും നൽകുന്ന സാധനങ്ങൾ ഓണക്കിറ്റായി ഒരുക്കി ജോഷി വീടുകളിൽ എത്തിച്ചു നൽകും. 10 വർഷമായി ചെയ്തു വരുന്ന സേവനം ഇത്തവണ 43ഓളം വീടുകൾക്ക് സഹായം എത്തിച്ചു നൽകുന്നതിൽ എത്തി നിൽക്കുന്നു. നിർധന കുടുംബങ്ങൾക്കും കിടപ്പ് രോഗികൾക്കുമെല്ലാമാണ് ജോഷിയുടെ ഈ ഓണസമ്മാനം. കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ജോഷി കന്യാകുഴി. 10 വർഷമായിട്ട് രോഗികളായിട്ട് കിടക്കുന്ന ആളുകളെയും നിർധനരായ ആളുകളുടെയും വീട്ടിൽ കൊണ്ടുപോയി ഓണക്കിറ്റ് കൊടുക്കുക എന്നൊരു പതിവുണ്ട്. ഓണക്കിറ്റിൻ്റെ അകത്ത് ഒരു സാമ്പാർ കൂട്ട്, ഒരു അവിയൽ, ഒരു മുട്ടക്കൂസ്, പപ്പടം, സാമ്പാർ പൊടി, തേങ്ങ, ഇത്രയും സാധനങ്ങളാണ് കൊണ്ടെത്തിക്കുന്നത്. രാജാക്കാട് ടൗണിലെ വ്യാപാരികളിൽ നിന്നും ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് ആ നിർധനരായ ആളുകളുടെ വീട്ടിൽ കൊണ്ടുപോയാണ് ഇത് എത്തിക്കുന്നത്. നമുക്കറിയാം, ഓണം എന്ന് പറയുന്നത് കേരളീയരുടെ എല്ലാവരുടെയും ഒരു ആഘോഷമാണ്. അതിൽ നമ്മൾ പലരും ആഘോഷമായി മുന്നോട്ട് പോകുമ്പോൾ പലരുടെയും അവസ്ഥകൾ നമ്മൾ അറിയുന്നില്ല. എന്നാൽ നമ്മൾ ഈ അങ്ങനെ തീർത്തും നിർധരായ രോഗികളെയും കിടപ്പ് രോഗികളെയും കണ്ടെത്തി അവരുടെ വീടുകളിൽ കൊണ്ടുവന്ന് ഭക്ഷണ കിറ്റ് എത്തിച്ചുകൊണ്ട് അവരെയും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിനുള്ള സഹായം ചെയ്യുന്നുള്ള ദൗത്യമായിട്ടാണ് ഞങ്ങൾ ഈ 10ാമത്തെ വർഷവും പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്തും പ്രളയ സമയത്തും ജോഷി ചെയ്ത സേവന പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസയ്ക്ക് ഇടവരുത്തിയിരുന്നു. ഇനിയും നിരവധി സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് ജോഷിയുടെ ആഗ്രഹം. ജോഷിക്കൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ അർജുൻ, ഷിജു കിറ്റ് വിതരണത്തിൽ പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാരിക്കോട് നൈനാർവള്ളി മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെയും കാരിക്കോട് മുനവറുൽ ഇസ്ലാം മദ്രസയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നബിദിന റാലിയും പൊതുസമ്മേളനവും നടത്തി. കാരിക്കോട് നൈനാർവള്ളി ചീഫ് ഇമാം അൽ ഹാഫിസ് നൌഫൽ കൗസരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവോണ ദിനത്തിൽ വണ്ടിപ്പെരിയാറിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമരം ഉദ്ഘാടനം ചെയ്തു. ചക്രമുടി പ്രദേശത്തെ മുഴുവൻ കയ്യേറ്റ ഭൂമിയും തിരിച്ചുപിടിക്കണമെന്നും കയ്യേറ്റക്കാർക്ക് അതിന് കൂട്ടുനിന്നവർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും CPI നേതാക്കൾ. സർക്കാർ തലത്തിൽ വാക്സിൻ പ്രതിരോധം നിർത്തിയതിന് പിന്നാലെ കുട്ടികളിൽ മുണ്ടിനീര് രോഗം വർദ്ധിക്കുന്നു. ഈ വർഷം ഇതുവരെ 42,306 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. പ്രൊഫസർ MC ജോൺ 80ന്റെ നിറവിൽ. തൊടുപുഴ ന്യൂമാൻ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ മനയത്തുമാരിൽ പ്രൊഫസർ MC ജോണിന്റെ 80ാം ജന്മദിനാഘോഷങ്ങൾ തൊടുപുഴ ലയൺസ് ഹാളിൽ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.